ഇവിടെ നമ്മളുടെ കേരളത്തിൽ അത്ര പ്രകടമല്ലാത്തതും എന്നാൽ അത്യന്തം അപകടകരവുമായ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. അത് UDF സർക്കാർ സംഘ് പരിവാറിന് വഴിവെട്ടി തെളിച്ചു കൊടുക്കുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ ചുരുക്കം ചിലരെങ്കിലും ഈ അപകടത്തെ അവരാൽ കഴിയും വിധം തുറന്നു പറയുന്നുമുണ്ട്. പക്ഷേ ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ കടന്നു പോകുന്ന ഒന്നാമത്തെ കൂട്ടർ കോൺഗ്രസ്സുകാരാണ്, രണ്ടാമത്തെ കൂട്ടർ മുസ്ലിം ലീഗുകാരാണ്. ഇതൊന്നും അത്ര ഇഷ്യൂ ആക്കേണ്ടെന്ന നിലപാടിലാണ് ഇവരുടെയൊക്കെ മനോനിലയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ റോക്കറ്റ് സയൻസ് പഠിക്കേണ്ടതില്ല. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഇടതുപക്ഷത്തെ തോൽപ്പിച്ച മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിനുള്ള മികച്ച ഉദാഹരണമാണ് ഇന്നലെ മനോരമ ന്യൂസിൽ നിഷാ പുരുഷോത്തമൻ നയിച്ച കൗണ്ടർ പോയിന്റ് ചർച്ച. മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും അവർ ചെയ്ത വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന, വിമർശന വിധേയമാക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഓർഡിനറി ഫ്രീ യാത്ര വാക്ക് തെറ്റിക്കുന്ന UDF എന്ന ചോദ്യമാണ് ചർച്ചയുടെ കാതൽ. ആകെ ഒരു ആശ്വാസം കടുത്ത കോൺഗ്രസ് അനുകൂലിയായ നിഷ UDF മുന്നോട്ട് വെച്ച ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തെ ചോദ്യം ചെയ്യുന്നത് കാണാൻ രസമുള്ള കാഴ്ച തന്നെയാണ്. ജനോപകാരപ്രദമായ വിഷയമായതിനാൽ അതിനെ കുറ്റം പറയാനും കഴിയില്ല. ജൂൺ 15 മുതൽ, അതായത് ഈ മാസം 15 മുതൽ കേരളത്തിൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശൻ്റെ ബൈറ്റൊക്കെ കാണിച്ച ശേഷമാണ് നിഷ ചർച്ച തുടങ്ങുന്നത്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ UDF സർക്കാർ വെള്ളം ചേർക്കുകയാണോ? സർക്കാർ സഹായം കൊണ്ട് മാത്രം കട്ടപ്പുറത്തു നിന്നും ഇറങ്ങിയോടുന്ന ആനവണ്ടികളുടെ അവസ്ഥ കാണാതെയായിരുന്നോ ഈ ഗ്യാരണ്ടി പ്രഖ്യാപനം? ഇങ്ങനെ നീണ്ടു നിഷയുടെ ഇൻട്രോ. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ UDF സർക്കാർ വെള്ളം ചേർക്കുകയാണോ? സർക്കാർ സഹായം കൊണ്ട് മാത്രം കട്ടപ്പുറത്തു നിന്ന് ഇറങ്ങി ഓടുന്ന ആനവണ്ടികളുടെ അവസ്ഥ കാണാതെയായിരുന്നോ ഈ ഗ്യാരണ്ടി പ്രഖ്യാപനം? എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ കേരളത്തിലെ ഖജനാവിന് ശേഷിയില്ലെന്ന് തിരിച്ചറിയാതെയായിരുന്നോ രാഹുൽ ഗാന്ധിയുടെ ഉറപ്പ്? ഓർഡിനറി ബസ്സിൽ മാത്രം യാത്ര സൗജന്യമെന്നത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഗ്യാരണ്ടിയിൽ ജനത്തിന് സംശയമുണ്ടാക്കുന്നതാണോ? 5ൽ ആദ്യത്തെ ഗ്യാരണ്ടി ഭാഗികമാണെങ്കിൽ ഇനി ബാക്കിയുള്ള 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും 3000 രൂപ പെൻഷനും കോളേജ് വിദ്യാർത്ഥികളുടെ 1000 രൂപയും ഒക്കെ കടലാസിലെ വാഗ്ദാനങ്ങളാകുമോ? കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന ബംഗാളിൽ BJP സർക്കാർ എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര നടപ്പാക്കുമ്പോൾ ജനം ആരുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കും? ഇൻട്രോ എന്ന നിലയ്ക്ക് പരിശോധിച്ചാൽ വിഷയത്തോട് 100% നീതി പുലർത്തുന്ന ഇൻട്രോ എന്നതിൽ സംശയമില്ല. പക്ഷേ ഈ ചോദ്യങ്ങൾ കേട്ട് അവയ്ക്ക് മറുപടി പറഞ്ഞ പാനലിസ്റ്റുകൾ അവരുടെ വാദങ്ങൾ ഉറപ്പിക്കുന്നതിൽ എത്രമാത്രം വിജയിച്ചു എന്ന് ചോദിച്ചാൽ അത് ഒരാൾക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്ന് വിലയിരുത്താൻ കഴിയും. കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ സോയ ജോസഫ്, BJP പ്രതിനിധി നവ്യ ഹരിദാസ്, AITUC നേതാവ് MG രാഹുൽ, സ്വകാര്യ ബസ് മുതലാളിമാരുടെ സംഘടനാ നേതാവ് T ഗോപിനാഥ് എന്നിവരാണ് പാനലിൽ ഉണ്ടായിരുന്നത്. UDF പറഞ്ഞു പറ്റിച്ചു എന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു എന്ന് നിഷ സോയ ജോസഫിനോട് ചോദിക്കുന്നു. ചോദ്യത്തിന് ചെറിയ മറുപടി. പിന്നെ മെല്ലെ LDF കാലത്തേക്ക് ടൈം ട്രാവൽ ചെയ്തൊരു പോക്കാണ്. പോയ പോക്കിൽ കണ്ണടിച്ചു പോയെന്ന് തോന്നുന്നു. കഴിഞ്ഞ 10 ആണ്ട് കൊണ്ട് സമഗ്ര തലത്തിൽ മാറിയ കേരളത്തെ അവർ കണ്ടിട്ട് പോലുമില്ല. അല്ലെങ്കിൽ ഡോക്ടർ സോയ ഇങ്ങനെയൊക്കെ മണ്ടത്തരം വിളിച്ചു പറയുമോ? കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിലൊരു സർക്കാർ ഭരിച്ചിരുന്നു. അന്ന് ആ സർക്കാർ 10 കൊല്ലം മുൻപ് ഇതുപോലെ ഒരുപാട് ഗ്യാരണ്ടികൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്, 10 വർഷം മുൻപ്. പക്ഷേ ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പോയിട്ട് അതിലെ ഒരംശം പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞ സംവിധാനമല്ല കഴിഞ്ഞ 10 കൊല്ലമായി കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, അതിൽ പറഞ്ഞ പല കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടത് 9.25 കൊല്ലത്തിന് ശേഷമാണ്. അപ്പോൾ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ഒരു ഗവൺമെന്റ് അധികാരത്തിൽ കയറിയ ഉടനെയാണ് എന്ന് കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലാക്കാൻ, കേരളത്തിലെ ആളുകൾക്ക് ബോധ്യപ്പെടാൻ ഇത് വളരെ കൃത്യമായിട്ടുള്ളൊരു ഉദാഹരണമാണ്. അല്ലാതെ ഓർഡിനറിയിലേക്ക് മാത്രം യാത്രയാക്കിയാൽ അത് ജനങ്ങളോടുള്ള വഞ്ചനയാകില്ലേ എന്ന് വീണ്ടും നിഷ ചോദിക്കുന്നു. ഗതാഗത മന്ത്രി CP ജോൺ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതിയെ കാണുന്നത്
പ്രോ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് എന്ന നിലയ്ക്കാണെന്ന് സോയ തന്റെ മറുപടിയുടെ അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. CP ജോൺ വളരെ കൃത്യമായി പറഞ്ഞു, ഇതൊരു ഒരു സ്ത്രീകൾക്ക് മൊബിലിറ്റി കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ്. അല്ലാതെ ഇതിൽ ഏതുതരം സ്ത്രീ അല്ലെങ്കിൽ BPL APL അത്തരത്തിലൊന്നുമില്ല വ്യത്യാസങ്ങളില്ല. ഇത് സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് പറയുന്നതിനോടൊപ്പം അത് ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഇതൊരു വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള വളരെ പ്രോ ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് മൊബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സത്യത്തിൽ ഇത് ഒരു പ്രോ ഫെമിനിസ്റ്റ് നടപടിയാണോ? ന്യൂസ് ലാബിന് നേരിയ സംശയമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഫെമിനിസ്റ്റ് ചിന്തകരൊക്കെ അഭിപ്രായം പറയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഈ വിഷയത്തിൽ BJP പ്രതിനിധിയുടെ വാദം ഒന്ന് കേട്ടുവരാം. ജൂൺ 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന തീരുമാനം നടപ്പിലാക്കുമ്പോൾ അത് ഭാഗികമായി പോകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ സമയത്ത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്ര എന്ന് ഒരിക്കലും എവിടെയും സൂചിപ്പിച്ചിരുന്നില്ല. ബസ്സുകളിൽ കയറിക്കൊണ്ടും വീടാനന്തരം കയറിക്കൊണ്ടും കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും നടത്തിയിട്ടുള്ള ഇലക്ഷൻ ക്യാമ്പയിൻ അതെങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരു ലോങ് റൂട്ട് ബസ്സിൽ തന്നെ കയറിക്കൊണ്ടാണ് തൃശ്ശൂരേക്കുള്ള യാത്രയിലാണ് എന്ന് പറയുന്ന സഹോദരിമാരോട് ഇപ്പോഴത്തെ പാലക്കാടിന്റെ MLA കൂടിയായിട്ടുള്ള ശ്രീ രമേശ് പിഷാരടി അടക്കമുള്ള ആളുകൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാം എന്നൊരു വാഗ്ദാനം നൽകിയിരുന്നത്. എന്നാൽ അത്തരം വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുകയും അത് പാലിക്കപ്പെടാതെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ജനങ്ങളെ കോൺഗ്രസ് വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് പരമാർത്ഥം. സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ എന്ന് മാത്രമായതുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് തന്നെ പ്രസക്തി എന്ന് നവ്യ ഹരിദാസ് പറയുന്നു. ഭാഗികമായി നടപ്പാക്കുന്ന വാഗ്ദാനമെന്നും സർക്കാർ നയത്തെ നവ്യ വിമർശിക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ പങ്കെടുത്ത 4 പേരിൽ യാഥാർത്ഥ്യബോധത്തോടെ പങ്കെടുത്ത ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് AITUC നേതാവ് കൂടിയായ MG രാഹുലാണ്. കണക്കുകൾ നിരത്തിയാണ് നിഷയുടെ ചോദ്യങ്ങൾക്ക് രാഹുൽ മറുപടി നൽകുന്നത്. അതിലാർക്കും അവിശ്വാസം തോന്നില്ല. വലിയൊരു ജനവിഭാഗത്തെ സ്വാധീനിച്ച ഒരു സ്ലോഗനായിരുന്നു UDF മുന്നോട്ട് വെച്ച ഈ സൗജന്യ യാത്ര. അതിൽ ഏതെല്ലാം ക്ലാസിഫിക്കേഷനിലുള്ള വണ്ടികളിൽ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം കൊടുക്കില്ല എന്നുള്ളതൊക്കെ ഒരുപക്ഷെ ഗവൺമെന്റിന്റെ പോർട്ട്ഫോളിയോ ആണ്. അവർ നിശ്ചയിച്ചോട്ടെ. ഓർഡിനറി കൊടുക്കണമോ, ഫാസ്റ്റ് കൊടുക്കണമോ, അതോ സൂപ്പർ ക്ലാസ് സർവീസുകൾ ഉൾപ്പെടെ മുഴുവൻ കൊടുക്കണമോ എന്നുള്ളത് സംബന്ധിച്ച് അത് അവർ തീരുമാനിച്ചോട്ടെ. പക്ഷേ KSRTC ഒരു തൊഴിലാളി സംഘടനാ പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾ ആദ്യമേ തുടക്കം മുതൽ ഗവൺമെന്റിനോട് വ്യക്തമാക്കിയത് നിഷ ഇവിടെ സൂചിപ്പിച്ചതുപോലെ KSRTCക്ക് നല്ല സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സ്ഥാപനമാണ്. അത് അതിൻ്റേതല്ലാത്ത കുറ്റം കൊണ്ടും ധാരാളം പ്രതിസന്ധി അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകതയാണ്. ഒരു ലാഭം പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മേഖലയായി ഇന്ന് ബസ് വ്യവസായത്തെ കാണാനൊക്കില്ല. ഞങ്ങളാണെങ്കിൽ വ്യവസായം എന്ന നിലയിലല്ല, ഒരു പൊതുസേവന മേഖല എന്ന നിലയിൽ ഒരുപാട് സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ കൂടി ഏറ്റെടുത്ത് നടത്തി മുന്നോട്ട് പോവുകയാണ്. സ്വാഭാവികമായി ശമ്പളവും പെൻഷനും കൊടുക്കാൻ തന്നെ നല്ല പ്രയാസം അനുഭവപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരണസമയത്തും ശമ്പളം മുടക്കമടക്കം 2 മാസം കുടിശ്ശികയായതടക്കമുള്ള ധാരാളം പ്രശ്നങ്ങൾ ഞങ്ങൾ ജീവനക്കാർ നേരിട്ട സാഹചര്യമുണ്ട്. പക്ഷേ എങ്കിലും കഴിഞ്ഞ ഒരു 1.5 കൊല്ലത്തിനധികമായി പെൻഷനും ശമ്പളവും മുടക്കമില്ലാതെ ഒരു 5-ാം തീയതിക്കുള്ളിൽ 1-ാം തീയതി മുതൽ 5-ാം തീയതിക്കുള്ളിൽ കൃത്യമായി കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഗവൺമെന്റിന്റെ ഒരു വലിയ അസിസ്റ്റൻസ്, കഴിഞ്ഞ സർക്കാർ LDF സർക്കാരിന്റെ ഒരു അസിസ്റ്റൻസ് 50 കോടി രൂപ ശമ്പളത്തിനും 2 തവണയായി 30 കോടി 20 കോടി വീതം 50 കോടി രൂപയും 74 കോടി രൂപ പെൻഷന് വേണ്ടി നേരിട്ട് സഹകരണ കൺസോർഷ്യത്തിന് 6 മാസം കൂടുമ്പോൾ അതിന്റെ പലിശ അടക്കം കൊടുക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു മാസം കണക്കെടുക്കുമ്പോൾ 124 കോടി രൂപ സർക്കാരിന്റെ സൗജന്യം KSRTCയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ KSRTCക്ക് നൽകുന്നുണ്ട്. അത് KSRTC സർക്കാരിന് കൊടുക്കുന്ന സാമൂഹ്യ സേവനത്തിന്റെ കൂടി പ്രതിഫലനമാണ്. അതിൽ കുറെ കണക്കുകളൊക്കെ ഉണ്ട്. കൺസെഷൻ, വിദ്യാർത്ഥി കൺസെഷൻ ആയാലും ശരി, അതുപോലെ മറ്റ് സാമൂഹ്യ സുരക്ഷ, ഭിന്നശേഷി വിഭാഗത്തിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, ഡീസലിന്റെ അധിക നികുതി ഈടാക്കുന്നത്, ഗവൺമെന്റിന് വരുന്ന വരുമാനം, അതൊക്കെ തട്ടിക്കിഴിച്ചാണ് ഇതെല്ലാം ഈ പണമെല്ലാം KSRTCയെ സംബന്ധിച്ചിടത്തോളം തരുന്നത്. പക്ഷെ എങ്കിലും പ്രതിമാസം 124 കോടി രൂപ 30 ദിവസം ഇരുട്ടി വെളുക്കുമ്പോൾ KSRTCയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ തരുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ സ്വാഭാവികമായി ഓർഡിനറിയിൽ മാത്രം ഇത് നടപ്പിലാക്കുന്നു. ഇവിടെ ഇപ്പോ നിങ്ങൾ ചർച്ചയിൽ മുന്നോട്ട് വെച്ചതുപോലെ നടപ്പിലാക്കിയാൽ പോലും 65 കോടി രൂപയുടെ ബാധ്യത ഒരു മാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലവിലെ സ്റ്റാറ്റസ് വെച്ച് നമുക്ക് വരും. രാഹുൽ പറഞ്ഞ കണക്ക് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും സ്ത്രീകളുടെ സൗജന്യ യാത്ര KSRTCയെ ഏത് വിധത്തിലാണ് തകർക്കാൻ പോകുന്നതെന്ന്. ഇക്കാര്യം തങ്ങളുടെ കാഴ്ചപ്പാടിൽ വിശദീകരിക്കുകയാണ് സ്വകാര്യ ബസ് മുതലാളിമാരുടെ സംഘടനാ നേതാവ് T ഗോപിനാഥൻ. പറയുന്നതിൽ വസ്തുതയുണ്ട്. പക്ഷേ ചർച്ചയിൽ ഒരിക്കൽ പോലും തങ്ങളുടെ വാദം വിജയിപ്പിച്ചെടുക്കാൻ ഗോപിനാഥിന് കഴിഞ്ഞില്ല എന്നുള്ളത്
തർക്കരഹിതമായ ഒന്നാണ്. എങ്കിലും വസ്തുത അല്ലാതാകുന്നില്ലല്ലോ. നമ്മുടെ സർക്കാർ ഒരു ജനക്ഷേമകരമായിട്ടുള്ള ഒരു പരിപാടി പ്രഖ്യാപിക്കുമ്പോൾ അതൊരു വ്യവസായത്തെ തകർത്തുകൊണ്ടുള്ള നടപടി ആവരുത് എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഗവൺമെന്റിനോട് പറയാനുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ബസ്സിന് 50,000 രൂപയാണ്. 10,000-ഓളം ബസ്സുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഏതാണ്ട് 5,000 കോടി രൂപ ഈ സംസ്ഥാനത്ത് മുതലിറക്കിയിട്ടുള്ള ഒരു മേഖലയാണ് സ്വകാര്യ ബസ് മേഖല. ഇവിടെ നമ്മുടെ ധവളപത്രത്തിൽ വൈറ്റ് പേപ്പർ ഇറക്കിയപ്പോൾ അതിൽ പറഞ്ഞത് സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരം സംരംഭകരോട് കാണിക്കുന്ന വലിയൊരു കടുത്ത അവഗണനയാണ് ഈ നടപടി എന്ന് ആദ്യമായിട്ട് ഞാൻ പറയട്ടെ. സംസ്ഥാന സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് പിന്നീട് പ്രധാനമായും ഗോപിനാഥൻ ഉന്നയിച്ചത്. അല്ലെങ്കിൽ പൊതുഗതാഗത മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ 10 വോട്ട് ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച ഒന്നു മാത്രമാണ് സ്ത്രീകളുടെ സൗജന്യ KSRTC യാത്രയെന്ന് തലയിൽ കുറച്ചെങ്കിലും വെളിച്ചമുള്ള ആർക്കും മനസ്സിലാകും. അത് വ്യക്തമാകണമെങ്കിൽ ചർച്ചയുടെ ഈ ഭാഗം കേട്ടാൽ മാത്രം മതിയാകും. അല്ല, എല്ലാ ബസ് ഞാൻ പറയുന്നത് ഓർഡിനറി എന്നുള്ളത് ഇന്ന് വരെ ഒരു വാചകം പറഞ്ഞിട്ടില്ല. അത് നാളെ കഴിഞ്ഞ് ഓർഡിനറി ആവുകയാണെങ്കിൽ തന്നെ അത് ഒരു ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുത്താൽ തന്നെ അത് നാളെ കഴിഞ്ഞ് ഓർഡിനറി ആവുകയാണെങ്കിൽ പോലും ഒരു 100 ദിവസത്തെ ട്രയൽ റണ്ണിന് ശേഷം ഇത് ഈ പറയുന്നത് പോലെ വളരെ കൃത്യമായി തന്നെ നമുക്കറിയാമല്ലോ, ഒരു 100 ദിവസം ഓടിക്കഴിയുമ്പോൾ എത്രമാത്രം നഷ്ടമാണ് ഉണ്ടാകുന്നത്, ഒരു സർക്കാർ എത്രമാത്രം അതിൽ സബ്സിഡൈസ് ചെയ്യേണ്ടി വരും എന്നുള്ള കണക്കുകളൊക്കെ നമുക്ക് മനസ്സിലാകും. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും. ഇത്തരത്തിലാണ് സാമ്പത്തിക വിദഗ്ധരായിട്ടുള്ള പഠിക്കാതെയാണോ ഈ പ്രഖ്യാപനം നടത്തിയത്, ഇത് പറഞ്ഞ് വോട്ട് പിടിച്ചത്? ഇനി ഒരു സുപ്രധാന ചോദ്യത്തിന് MG രാഹുൽ ഉത്തരം നൽകുന്നുണ്ട്. അത് ഓരോ മലയാളിയും കേട്ടിരിക്കേണ്ടതാണ്. കാരണം അത് കഴിഞ്ഞ സർക്കാരിനെ കൂടി അടയാളപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ചും ഖജനാവിൽ പൂച്ച പെറ്റുകിടന്നുവെന്ന് പ്രചരിപ്പിച്ചവർ അധികാരം കൈയാളുമ്പോൾ. ഒരു KSRTC ജീവനക്കാരൻ, അതിനകത്തുള്ള തൊഴിലാളി സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കെന്തായാലും അഭിമാനത്തോടെ പറയാൻ പറ്റും, KSRTC നിലവിലെ സാഹചര്യത്തിൽ നഷ്ടത്തിലല്ല. അതിന്റെ ഓപ്പറേഷണൽ കോസ്റ്റ്, നമ്മുടെ ചെലവ്, ഇന്നത്തെ വരുമാനവും ഇന്നത്തെ ചെലവും കണക്കെടുത്താൽ നമ്മൾ ലാഭത്തിലാണ്. ഇന്ത്യയിലെ KSRTC ഓടുന്ന മെച്ചപ്പെട്ട നിലയിൽ ഇന്ന് എത്ര പരാധീനതകളും പ്രാരാബ്ദങ്ങളും കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാലും ഇന്ത്യയിലെ 54 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ KSRTCയുടെ എഫിഷ്യൻസിയുള്ള മറ്റൊരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇന്നില്ല. സത്യം പറഞ്ഞാൽ മനോരമയും ഇപ്പോൾ ന്യൂസ് ലാബും KSRTCയിൽ കയറി കറങ്ങി വരുമ്പോഴേക്കും തുടക്കത്തിൽ പറഞ്ഞത് ആവർത്തിക്കുന്നു. സ്ത്രീകളുടെ സൗജന്യ യാത്ര മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ചർച്ച തന്നെയെന്ന് നിസ്സംശയം പറയാൻ കഴിയുമ്പോഴും അത് ഉപരിപ്ലവമെന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്നത് ഇതിനൊക്കെ പുറത്തു നടക്കുന്ന ഒട്ടനവധി കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. ഇപ്പോഴും VD സതീശൻ നടത്തിയ മംഗലാപുരം യാത്ര പൊതുമണ്ഡലത്തിൽ വലിയ തോതിൽ ചർച്ചയായിട്ടില്ല. മുഖ്യമന്ത്രിയോട്ട് മറുപടി പറഞ്ഞിട്ടുമില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ഫുൾ വേർഷൻ പാടിയതും വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഫുൾ പേര് പറഞ്ഞതും അത്രയ്ക്കങ്ങോട്ട് ചർച്ചയായില്ല. ഒടുവിൽ PM ശ്രീയിൽ ഒപ്പിടാനുള്ള ശ്രമങ്ങളും നടക്കുന്നു. ഇപ്പോൾ താണ്ടേ സർവകലാശാലകളുടെ വാതിലുകൾ സംഘപരിവാറിന് വേണ്ടി മലർക്ക് തുറന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി കേരളം കാണാനിരിക്കുന്നതേയുള്ളൂ. വരാനിരിക്കുന്നതിനെയൊക്കെയും വഴിയിൽ കാണാമെന്ന ആത്മധൈര്യത്തോടെ ന്യൂസ് ലാബിൻ്റെ ഇന്നത്തെ ലക്കം പൂർണ്ണമാകുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വിമർശനങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.